ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നുണ്ട്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഉച്ച മുതൽ രാത്രി വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആട്ടോ. നമ്മുടെ ഒരു ലഞ്ച് പ്രിപ്പറേഷനും പിന്നെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന കുറച്ച് വിശേഷങ്ങളും എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള വീഡിയോ ആണ്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടും കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ. അടുത്തുള്ള ഒരു ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഫുള്ള് ക്ലീനിങ്ങും കാര്യങ്ങളും ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനും ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ചോറിൻ്റെ പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള വന്നിട്ടുള്ളതാട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ചോറ് വെക്കാനായിട്ട് അരിയൊക്കെ നന്നായിട്ട് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു വിസിൽ കേൾക്കുമ്പോൾ റെഡി ആവും കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ ക്യാബേജൊക്കെ നന്നായിട്ട് ചോപ്പ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് തോരൻ വെക്കാനായിട്ട് കേട്ടോ. എന്നിട്ട് കടായി അടുപ്പത്തേക്ക് വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വറ്റൽമുളകും കറിവേപ്പിലേക്ക് ഇട്ട് ഈ ക്യാബേജ് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അതൊന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് അരപ്പ് ചേർത്ത് കൊടുത്ത് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ചൂടാണ് ഈ ഒരു സമയത്ത്, പുറത്തേക്ക് ഇറങ്ങാൻ പോലും വയ്യാത്ത ചൂടാട്ടെ ഈ ഒരു ഉച്ച സമയത്തൊക്കെ. അപ്പോൾ ബാൽക്കണി കിച്ചണിലായതുകൊണ്ട് തന്നെ കിച്ചണിൽ നല്ല ചൂടാണ്. അപ്പോൾ പിന്നെ ഒരു മോര് അടിച്ചെടുക്കുന്നുണ്ട്. പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് മോരും കൂടി അടിച്ചെടുത്ത് അങ്ങനെ ആ ഒരു സമയത്ത് അതും കൂടി കുടിച്ചിട്ട് പിന്നെ ഫിഷൊക്കെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫിഷ് കട്ട് ചെയ്തിട്ട് തന്നെയാണ് വാങ്ങുന്നത്. ആവോലി ഫിഷ് കിട്ടിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അത് കട്ട് ചെയ്തൊക്കെ വാങ്ങിയതുകൊണ്ട് നന്നായിട്ട് അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കുവാണ്. ഞാൻ ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് കറി വയ്ക്കാനായിട്ടും ഫ്രൈ ചെയ്യാനായിട്ടും മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ അടുത്ത ദിവസത്തേക്ക് ഫ്രൈ ചെയ്യാനായിട്ടും കുറച്ച് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ചോറൊക്കെ വയ്ക്കുമ്പോൾ ഫിഷ് കറി ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇക്കാക്കാണെങ്കിൽ മോര് കറിയാണ് കൂടുതലിഷ്ടം. ഫിഷ് ഫ്രൈ ഉണ്ടെങ്കിൽ പിന്നെ മീൻ കറി വേണം എന്ന് നിർബന്ധമില്ല കേട്ടോ. പിന്നെ മക്കൾക്കും ഇപ്പം ഫിഷ് ഇഷ്ടമാണ് അത്യാവശ്യം. മറ്റേത് ഫിഷ് ഒട്ടും കഴിക്കില്ലായിരുന്നു. ഇപ്പോൾ ഫിഷ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവർക്കും കൂടി ഫ്രൈ ആക്കാനായിട്ട് മാറ്റി അടുത്ത ദിവസത്തേക്കും കൂടെ മസാലയൊക്കെ ഇട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് എടുക്കുകയാണ്. ആ ഒരു സമയത്ത് ഫിഷ് കറി വെക്കാനായിട്ട് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി ഉണ്ടല്ലോ അത് ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് കൊടുത്തിരിക്കുക കേട്ടോ സോക്കാവാനായിട്ട്. അപ്പം ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ അസാനും ഐസായും ഒക്കെ എഴുന്നേൽക്കുമ്പോഴും ഒക്കെ കുറച്ച് ലേറ്റ് ആവും കേട്ടോ. അപ്പം ചോറൊക്കെ കഴിക്കുമ്പോഴും നമ്മൾ ലേറ്റ് ആവും. ഇന്നിപ്പം ആർക്കും പോകണ്ടാത്തൊരു ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പതിയായിട്ടോ കിച്ചണിലേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ ഇതേ ഫിഷ് കറി വയ്ക്കാനായിട്ട് അതിൽ തക്കാളിയും മുരിങ്ങയ്ക്കയും ഒക്കെ ഇട്ട് അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രൈ ആക്കാനുള്ള മസാലയൊക്കെ ഇട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ തോരനൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് അരപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി അത് അരപ്പൊന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. അപ്പം തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്, നമ്മുടെ ക്യാബേജ് തോരന്. അപ്പം ഇവിടെ കൂടുതലും ഞാൻ ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ ആട്ടോ ഉണ്ടാക്കുന്നത്. ഇവിടെ അത് ഇച്ചിരി ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് അതാട്ടോ കൂടുതലും ആക്കുന്നത്. ക്യാരറ്റ് ആണെങ്കിൽ ഇവിടെ മക്കൾക്ക് വലിയ ഇഷ്ടമാണ്. അപ്പം തോരനൊക്കെ റെഡിയായി മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഒരു സമയത്ത് മീൻ കറി വെക്കാനായിട്ട് അരപ്പും കൂടി എടുത്ത് അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. തേങ്ങയും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി, പിന്നെ ഒരു 3-4 ചെറിയ ഉള്ളിയും പിന്നെ പുളി പിഴിഞ്ഞതും എല്ലാം കൂടിയിട്ട് അടിച്ച് അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ തിരുവനന്തപുരംകാർക്ക് പൊതുവേ ഇങ്ങനെ ഈ തേങ്ങ അരച്ച മീൻകറീനോടാട്ടോ പ്രത്യേക ഇഷ്ടം എന്ന് പറയുന്നത്. അവർ ഓറഞ്ച് കളർ ഇരിക്കുന്ന മീൻകറിയാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇവിടെ അങ്ങനെ തന്നെയാണ്, തേങ്ങ അരച്ച മീൻകറി തന്നെയാണ് ഇഷ്ടം. അപ്പോൾ കൂടുതലും ഞാൻ അത് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം മീൻകറിയൊക്കെ ആ ഒരു സമയത്ത് റെഡിയായി അത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഫിഷ് ഫ്രൈ ആക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് ആ ഒരു സമയം കൊണ്ട് ഒരു മോര് കറിയും കൂടെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. തേങ്ങ അരച്ചിട്ടുള്ള മോര് കറിയാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാനിതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലേക്ക് കൊടുത്തേക്കാം, ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പം ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിക്കാം കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ പാത്രങ്ങളൊക്കെ കഴുകി വെക്കലും ക്ലീനിങ്ങും ഒക്കെ ഉണ്ടാവും. ഞാൻ അപ്പം ചെറിയ ചെറിയ പാത്രങ്ങളിലേക്ക് അങ്ങ് മാറ്റി വെക്കും കേട്ടോ. അപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ട് അതങ്ങ് ഫ്രിഡ്ജിലേക്ക് അങ്ങ് വെച്ച് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് നേരം ഈ കാർത്തിക് ശങ്കറിൻ്റെ വെബ് സീരീസ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതൊക്കെ കണ്ടുകൊണ്ട് കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ അവസാനം ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു വൈകിട്ട്.
ഖുറാൻ ക്ലാസ്. അപ്പോൾ അതും കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇവരെ ഒന്ന് കളിപ്പിക്കാനായിട്ട് സഫാരി മോളിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ ആ മുകളിലത്തെ സെക്ഷനിൽ വരുമ്പോഴേക്കും അവിടെ ഒരുപാട് കുട്ടികളുണ്ടാവും. അപ്പോൾ അവരുടെ കൂടെ ചേർന്നങ്ങ് അവരെ കളിച്ചോളും. കുറച്ച് നേരം കളിച്ചിട്ട് പിന്നെ ഇവിടെ നിന്ന് മസാല ദോശ കഴിക്കാം എന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് വന്നതാട്ടോ. മസാല ദോശ കഴിക്കാൻ തോന്നി അങ്ങനെയായിട്ട് വന്നിട്ടുണ്ടായിരുന്നതാണ്. അങ്ങനെ ഇവർ കുറേ നേരമൊക്കെ അവിടെ കളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ ലേറ്റ് ആയിട്ടോ കേട്ടോ. അപ്പോൾ ഇവരിവിടെ ആക്കിയിട്ടൊക്കെ ഫുഡ് ഓർഡർ ചെയ്യാനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ മസാല ദോശയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഗീ റോസ്റ്റൊക്കെ മേടിച്ച് പിന്നെ ഇവർക്ക് ബ്രോസ്റ്റഡ് വേണം എന്ന് പറഞ്ഞ് അതും മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരേക്കും ബൈ. അസ്സലാമു അലൈക്കും. ടേക്ക് കെയർ.